ഒരു സിനിമാ ലൊക്കേഷനെ വെല്ലുന്ന ഗ്രാമീണ സൗന്ദര്യം തുടിച്ചു നിൽക്കുന്ന ഒരു കൊച്ചു ഗ്രാമമാണ് പട്ടയക്കുടി. ചുറ്റും 5 മലകളാൽ സംരക്ഷിക്കപ്പെട്ട് ദൈവീകതയുടെയും വിശ്വാസത്തിൻ്റെയും നെടുന്തൂണായി നിൽക്കുന്ന ഒരു മഹാക്ഷേത്രമാണ് ഇന്ന് പഞ്ചമല ശ്രീ ഭഗവതി മഹാദേവ ക്ഷേത്രം. ഒരിക്കലെങ്കിലും ഇവിടെ വന്ന് ദർശനം നടത്തിയാൽ അതൊരു ജന്മസായുജ്യം മാത്രമാണ്. നമസ്കാരം. ഞാനിപ്പോൾ ഇടുക്കി ജില്ലയിലെ വളരെ പ്രശസ്തമായ ഒരു ക്ഷേത്രത്തിലാണ്. പഞ്ചമല ശ്രീ മഹാദേവ ഭഗവതി ക്ഷേത്രത്തിലാണ്. വെൺമണിക്കടുത്ത് പട്ടയക്കുടിയിലാണ് ഈ ക്ഷേത്രം. അപ്പോൾ ഇവിടെ ഒരു യാഗം നടക്കുകയാണ്, മഹാചണ്ഡിക യാഗം. ഈ മഹാചണ്ഡിക യാഗം എന്നൊക്കെ നടക്കുക എന്ന് പറയുന്നത് കേരളത്തിലെ അപൂർവം ചില ക്ഷേത്രങ്ങളിലാണ്. അത്രയേറെ ചിലവുള്ള ഒരു യാഗമാണത്. അപ്പോൾ ആ യാഗത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത്. ആ യാഗത്തിലേക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. നമുക്ക് ആ യാഗവിശേഷങ്ങളെല്ലാം ഒന്ന് പോയി കണ്ടിട്ട് വരാം. അപ്പോൾ യാഗം നടക്കുന്ന ഒരുക്കങ്ങൾ മാത്രമാണ് ഇപ്പോൾ ആയിട്ടുള്ളൂ. ഇന്ന് ഇവിടെ വിശേഷാൽ അതിൻ്റെ ഒരു തുടക്കമെന്ന രീതിയിൽ ഒരു വിശേഷാൽ പൂജ നടക്കുന്നുണ്ട്. അതിൻ്റെ തന്ത്രി ഇന്നിവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ആ തന്ത്രിയെയും കണ്ട് വിശേഷങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. ശരി, വായോ. ചണ്ഡിക യാഗം നടക്കുന്ന ഈ യാഗശാലയാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത്. ഈ യാഗശാല നിർമ്മിച്ചിരിക്കുന്നത് തന്നെ ഒരു പ്രത്യേക രൂപഭംഗിയുണ്ട്. ഇതിന് യാഗപീഠം അല്ലെങ്കിൽ യാഗകുണ്ഡം എന്നൊക്കെ പറയും. ഇതിൻ്റെ നിർമ്മിതി ഒരു സ്ത്രൈണ ഭാവത്തിലാണ്. അതിനൊരു കാരണമുണ്ട്. അത് വിശ്വാസവും ശാസ്ത്രവും സമ്മിളിതമായ ഒരു തത്വമാണത്. തികച്ചും ഓലയാൽ പനയോല കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന് 2 നിലകളിലായിട്ടാണ് ഇത് കാണാൻ പറ്റുന്നത്. അതിൻ്റെ ഒരു പുരാതന രീതിയിലുള്ള അതേ നിർമ്മിതിയാണ് ഇത് സ്വീകരിച്ചിരിക്കുന്നത്. ഇവിടെ ഇതിൻ്റെ നിർമ്മാണത്തിന് സ്വീകരിച്ചിരിക്കുന്നത്. ഈ യാഗശാലയിൽ നിന്നും ഈ ഹവിസ് എരിയുന്ന ഈ വായുവും അതുപോലെ തന്നെ അതിൻ്റെ പുകയും എല്ലാം പുറത്തേക്ക് ശരിക്കും വ്യാപിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ 2 നിലകളിലായിട്ട് ഈ പർണശാല കെട്ടി ഉയർത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ യാഗശാലയുടെ മുകളിലായിട്ട് ഒരു ധ്വജം ഉയർത്തിയിട്ടുണ്ട്. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് കാരണഭൂതയായ പ്രകൃതി സ്വരൂപിണിയായി ഈ ദേവിയെ എല്ലാ പരിവാരങ്ങളോടും കൂടി യജ്ഞിക്കുന്ന സമ്പൂർണ്ണ യാഗമാണ് മഹാചണ്ഡിക യാഗം. മനുഷ്യജന്മത്തിൽ ഒരു പ്രാവശ്യം ചണ്ഡിക യാഗം ദർശിച്ചാൽ തലമുറകളായുള്ള സർവ പാപവും ദുരിതവും ഇല്ലാതായിത്തീരും എന്ന് ദേവി മഹാത്മ്യത്തിൽ പറയുന്നു. ഇന്ന് കലിയുഗത്തിൽ മനുഷ്യൻ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ദുരിതങ്ങളും മാനസിക വ്യഥകളും ഒരു മോചനം ലഭിക്കുന്നതിന് വേണ്ടിയാണ് ചണ്ഡിക യാഗം പോലുള്ള യാഗങ്ങളിൽ നാം പങ്കെടുക്കേണ്ടത്. നമ്മൾ ഈ യാഗങ്ങളെക്കുറിച്ച് കേട്ടറിവുകയുള്ളൂ. എങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കോ അത് എന്താണെന്ന് പോലും നിശ്ചയമില്ല. അതുകൊണ്ട് സോമയാഗം പോലെ അതിരാത്രം പോലെ ഒരു യാഗമാണ് ദേവിക്കായി സമർപ്പിക്കുന്ന മഹാചണ്ഡിക യാഗം. ഇവിടെ യജ്ഞം, ജപം, ഹോമം, തർപ്പണം, ധ്യാനം ഇവയെല്ലാം ഈ പർണശാലയ്ക്ക് കീഴിൽ യജ്ഞക്രിയകളാൽ യജ്ഞാചാര്യൻ സമർപ്പിക്കുകയാണ്. നമസ്കാരം. ഞാൻ ബിനു പിള്ള, പഞ്ചമല ശ്രീ ഭഗവതി മഹാദേവ ക്ഷേത്രത്തിൽ സെക്രട്ടറി. ഇടുക്കി ജില്ലയിൽ ആദ്യമായിട്ട് ഒരു മഹായാഗത്തിന് തിരിതെളിയുന്നു. ഈ വരുന്ന ഡിസംബർ 25-26 തീയതികളിൽ ഇടുക്കി വെൺമണി പട്ടയക്കുടി പഞ്ചമല ശ്രീ ഭഗവതി മഹാദേവ ക്ഷേത്രത്തിൽ മഹാചണ്ഡിക യാഗം നടക്കുന്നു. എല്ലാ ഭക്തജനങ്ങളെയും ഹൃദയപൂർവ്വം സ്നേഹാദരപൂർവ്വം ഈ യാഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ഈ യാഗത്തിലെരിയുന്ന ഓരോ ഹവിസുകളും നാം ഓരോരുത്തരെയും മനസ്സിൻ്റെ പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിലെ ദുരിതങ്ങളും നമ്മുടെ മനസ്സിൻ്റെ നൊമ്പരങ്ങളുമാണ്. തീർച്ചയായും
അതിനെല്ലാം ഒരു മോചനം ഈ യാഗത്തിലൂടെ നമുക്ക് നേടിത്തരുന്നു. അഭീഷ്ടപരദായനിയും ആശ്രിത വത്സയും ശക്തിസ്വരൂപിണിയുമായി വാഴുന്ന പഞ്ചമല ശ്രീ ഭഗവതി മഹാദേവ ക്ഷേത്രത്തിൽ ഇടുക്കി ജില്ലയിൽ ആദ്യമായി തന്നെ ഒരു മഹായാഗത്തിന് തിരിതെളിയുകയാണ്. 25-ാം തീയതി ഡിസംബർ 25, 26 തീയതികളിലാണ് മഹായാഗം നടക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ തന്ത്രി സമാരാധ്യനായ സതീശൻ ഭട്ടതിരിപ്പാട് എഴുന്തോൽ മഠം ചെങ്ങന്നൂർ അവറുകളാണ് പ്രധാന ആചാര്യനായിട്ട് വരുന്നത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒട്ടനവധി ഭക്തജനങ്ങളാണ് ഈ യാഗത്തിൽ പങ്കെടുക്കുവാൻ എത്തുന്നത്. ഒരു മനുഷ്യായുസ്സിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന ഈ അപൂർവ സൗഭാഗ്യത്തിൽ പങ്കെടുക്കുവാൻ എല്ലാ ഭക്തജനങ്ങളെയും ഭക്ത്യാദരപൂർവ്വം പഞ്ചമലയുടെ ദേവസ്ഥാനത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നിവരുടെ ഐക്യരൂപമാണ് ചണ്ഡികാദേവി അഥവാ ചണ്ഡീക പരമേശ്വരി. ഒരു ദൈവീക ശക്തിയുടെ സാന്നിധ്യമുള്ള വിശ്വാസമാണ് എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. നാം കണ്ടുമുട്ടുന്ന സാഹചര്യങ്ങളും ജീവിതത്തിൽ നാം പിന്തുടരുന്ന വഴികളും ചിലപ്പോൾ നമ്മുടെ പ്രതീക്ഷകൾക്ക് വിപരീതമായേക്കാം. അത്തരം സംഭവങ്ങളുടെ ഫലങ്ങൾ ചില സമയങ്ങളിൽ ശരിക്കും നമ്മളാൽ തീർക്കാൻ പറ്റാത്ത പ്രതിസന്ധികളിൽ നമ്മൾ ചെന്ന് ചാടിയേക്കാം. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മളെ നേർവഴിക്ക് നടത്തുവാനും നേർവഴി കാട്ടിത്തരുവാനും സൽബുദ്ധിയെ ഉണർത്തി പ്രവർത്തിപ്പിക്കുവാനും ഇത്തരം ഈ യാഗങ്ങളിലൂടെ നമുക്ക് സാധിക്കുന്നു. അടിയുറച്ച ആത്മീയതയിലൂടെ നമ്മുടെ ജീവിതം കരുപ്പിടിപ്പിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ വീണ്ടും മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.